ഇന്ന് നമുക്ക് പച്ചമുളക് അരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഈ റെസിപ്പി എനിക്ക് അയച്ചു തന്നത് കാഞ്ഞിരപ്പള്ളിക്കാരൻ റിജോ ജോണിയാണ് ഈ റെസിപ്പി എനിക്ക് അയച്ചു തന്നത്. ഇത് ലുലു ഫുഡ് എക്സ്പോ 2017 വിന്നായിരിക്കുന്ന റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കില്ല, പച്ചമുളക് അരച്ചിട്ടാണ് ഈ കറിയിലേക്ക് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 26 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളകിനേക്കാളും നല്ലത് ഒരു മീഡിയം എരിവുള്ള പച്ചമുളകായിരിക്കും. അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്കധികം പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ കറിയുടെ കളറും ഒരു ഗ്രീൻ കളറായിരിക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം എരിവുള്ള പച്ചമുളക് എടുക്കുക. ഞാനിവിടെ 26 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വേണം കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. ഈ സവോളയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 14 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റും. അത് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ അരയില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വെണ്ണ പോലെ അരിഞ്ഞു കിട്ടും. കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം. ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കണില്ല. പിന്നെ ഗരം മസാലയും വേണം, കുരുമുളകിൻ്റെ പൊടിയും വേണം, പെരിഞ്ജീരകം പൊടിച്ചതും വേണം. ഈ എല്ലാ മസാലപ്പൊടികളും ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ അത് ഓരോന്ന് ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാനത് ചേർക്കുന്ന സമയത്ത് പറയാം. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 75 ഗ്രാം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ടിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ കാഷ്നട്ടും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 1/4 പാല് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് തേങ്ങയിൽ നിന്ന് ഏറ്റവും പിഴിഞ്ഞെടുക്കുന്ന പാലിനെയാണ് 1/4 പാൽ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് കുറച്ച് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചിട്ട് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 2/4 പാല്. 2/4 പാല് കുറച്ച് കൂടുതൽ എടുക്കുക. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുകും വേണം, ചുവന്നുള്ളിയും വേണം, കറിവേപ്പിലയും വേണം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചുവന്നുള്ളി തന്നെ ചേർക്കണം. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവോള നല്ല പൊടിയായിട്ട് ചേർക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കാഷ്നട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ഒരു 75 ഗ്രാം കാഷ്നട്ട് ചേർക്കുക. ഇത് വേവിച്ചെടുക്കാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കാഷ്നട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. തീ ഓണാക്കുക. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ കാഷ്നട്ട് ഒരു 5 മിനിറ്റ് ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാഷ്നട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാഷ്നട്ട് വെന്ത് കഴിഞ്ഞിട്ടും ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അത് കുഴപ്പമില്ല. ആ വെള്ളം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കണ കാഷ്നട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് കാഷ്നട്ട് ചേർക്കുക. ആ കാഷ്നട്ട് വേവിച്ചിട്ടേക്കണ വെള്ളം കൂടി ചേർക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 5 ഇതള് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് ചെറിയ ടൈപ്പ് ഇതളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വേപ്പിമൊക്കെ ഉണ്ടാക്കണ കുറച്ച് വലിയ ടൈപ്പ് കറിവേപ്പിലേക്കാണെങ്കിൽ ഒരു 4 കറിവേപ്പിലയുടെ ഇതൾ ചേർത്താൽ മതി. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 5 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില നിങ്ങൾ എടുക്കുമ്പോൾ നാടൻ കറിവേപ്പില ചേർക്കുക. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ അല്ലാണ്ട് കുറച്ചും കൂടി വലിയ ഇലയുടെ കറിവേപ്പില വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതിന് അത്രയ്ക്ക് നമ്മുടെ നാടൻ കറിവേപ്പിലയുടെ സ്മെല്ലുണ്ടാവില്ല. ഇതും നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കറിവേപ്പില ചേർക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കാഷ്നട്ടും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില കൂട്ടിയിട്ട് അരച്ചെടുത്തപ്പോൾ ഇതിന് പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല നാടൻ ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ ഒരു 14 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലേക്ക് ചേർക്കുക.
ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഏറ്റവും ആദ്യം ഒന്ന് കറക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതിവിടെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല. കാരണം ഇത് കുറച്ചുള്ളത് കൊണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർക്കാം. അത് വെള്ളം ചേർത്ത് അരക്കണേനേക്കാളും നല്ലത് ഇത് ഇതേപോലെ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് നമ്മൾ ഈ എടുക്കണ ഇഞ്ചിക്ക് നല്ല നാടൻ ഇഞ്ചിയാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ എനിക്ക് ഓർഗാനിക് ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതിന് ശരിക്കും നമ്മുടെ നല്ല നാടൻ ഇഞ്ചിയുടെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തേക്കണം. ഇത് നീക്കി വയ്ക്കുക. ഇതും നീക്കി വയ്ക്കുക. ഈ പച്ചമുളക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് പച്ചമുളക് ചേർക്കുക. പച്ചമുളകിൻ്റെ തണ്ട് കളഞ്ഞിട്ട് പച്ചമുളക് കഴുകിയിട്ടെടുക്കുക. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ പച്ചമുളക് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് പച്ചമുളക് കൂടുതലുള്ളതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഈ വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ 3 മീഡിയം സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മൊരിയാൻ നിൽക്കണ്ട. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ പച്ചമുളക് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിക്കാൻ ചിലപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് അരച്ചത് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പതുക്കൊന്ന് മുരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പച്ചമുളക് അരച്ചത് ചേർക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ചെറുതായിട്ട് കുറച്ചിട്ട് വയ്ക്കാം. ഈ പച്ചമുളകും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അത് അടിയിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ വിരിയിച്ചെടുക്കുക. ഇത് മരത്തിൻ്റെ തവി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് വിട്ടുപോരില്ല. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കുകയും ചെയ്യണം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറണം. ഈ മരത്തിൻ്റെ തവി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതത് ശരിക്കും വിട്ടുപോരില്ല. അതിൽ നല്ലത് ചട്ടക അല്ലെങ്കിൽ സ്പൂണായിരിക്കും അത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇതേപോലെ 1 സ്പൂൺ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ടേബിൾ സ്പൂണിലല്ല ചേർത്തേക്കുന്നത്, ടീസ്പൂണിലാണ് ചേർത്തേക്കുന്നത്. 3 ടീസ്പൂൺ. ഇനി മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിക്കണം. ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞെടുക്കാനുള്ള വെളിച്ചെണ്ണ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഏറ്റവും കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 ചേർത്താൽ മതി. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഗരം മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും നമുക്ക് കറിയുടെ ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇനി തീ പതുക്കൊന്ന് കുറച്ചിട്ട് ഇത് മൂടി വയ്ക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഇരുന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടാവണം.
അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർക്കുന്നത്. ഏട്ടാദ്യം നിങ്ങൾ രണ്ടാം പാൽ ചേർക്കരുത്. ഈ മസാലയിൽ കിടന്നിട്ട് ഈ ചിക്കൻ ഏട്ടാദ്യം പതുക്കൊന്ന് വേവണം. നമുക്ക് തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഏട്ടാദ്യം തന്നെ നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കരുത്. അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മസാലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുള്ളൂ. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്നും കൂടി കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് കൂടി ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ ആ വെള്ളമൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആ ചിക്കൻ നിങ്ങൾ ഒരുപാട് നേരം മൂടി വെച്ചിട്ട് വേവിക്കരുത്. ഇത് തേങ്ങാപ്പാലിലിട്ടിട്ടും കൂടിയിട്ട് നമുക്ക് വേവിക്കണം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ രണ്ടാം പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ നിങ്ങൾ ചേർക്കുമ്പോൾ ഫ്രഷായിട്ട് തേങ്ങ ഇന്ന് പാലെടുത്തിട്ട് ചേർക്കാം. അപ്പോഴായിരിക്കും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കുക. ഈ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് കറി മൂടി വയ്ക്കുക. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കറി ഒരു 3/4 ഭാഗം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുക. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കുക. കാരണം ഈ തേങ്ങാപ്പാലിൽ ഏറ്റവും നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ കറിയിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കുക. അത് പെരിഞ്ചീരകം നിങ്ങൾ പൊടിച്ചത് ചേർക്കുമ്പോൾ പെരിഞ്ചീരകം ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അത് കുറച്ചായിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടുണ്ടെങ്കിൽ ശരിക്കും പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ പെരിഞ്ചീരകം ഇട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോഴായിരിക്കും ആ പെരിഞ്ചീരകത്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്തേക്കുന്നത്. ഈ ഗരം മസാല ചേർക്കുക. ഗരം മസാല നിങ്ങൾ ഏറ്റവും കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഗരം മസാല ഒരുപാട് ചേർക്കണ്ട. കാരണം പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം ഈ കറിയിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ കറി മൂടി വയ്ക്കുക. ഇതൊരു 3/4 ഭാഗം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുക. ചിക്കൻ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുക. കാഷ്നട്ടിൻ്റെ പേസ്റ്റ് നിങ്ങൾ ചേർക്കുമ്പോഴും ഇതേപോലെ കറിയിൽ കുറച്ച് ഗ്രേവി കൂടുതലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത വഴിക്ക് തന്നെ കറി ഭയങ്കര തിക്കായിട്ട് പോകും. അപ്പോൾ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് വേവില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ കറിയിൽ കൂടുതലുണ്ടായിരിക്കണം. ഇതിലേക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കാം. മൂടി വെച്ചിട്ട് ഈ കറി ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ഈ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്തേക്കുന്നതിനും കറി പെട്ടെന്ന് തിക്കാവും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വെച്ചിട്ട് ഈ കറി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി ഒന്ന് പതുക്കൊന്ന് തിക്കായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് 1/4 പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കറി നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ കറിയിലെ ഗ്രേവി ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ നല്ല കട്ട പോലെ ആവരുത്. ഇതേപോലെ ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം. ഇതിലേക്ക് 1/4 പാൽ ചേർക്കുക. ഈ 1/4 പാൽ ചേർത്ത് കഴിഞ്ഞിട്ടും കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ 1/4 പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി നിങ്ങൾ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/4 പാൽ ചേർത്ത് കഴിഞ്ഞിട്ടും കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കാം. ചുവന്നുള്ളിയും ചേർക്കാം. ചുവന്നുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 3 പിടി ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ വലിയ ടൈപ്പ് ചുവന്നുള്ളിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർക്കണം.
ഇപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. സാധാരണ ഞാൻ കറി താളിച്ച് ചേർക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷേ ഈ കറിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. കാരണം ഈ കറിയുടെ കളറ് ചെറുതായിട്ടൊരു ഗ്രീൻ കളറായിട്ടിരിക്കണം. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ പച്ചമുളക് അരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് അരച്ച് ചേർത്തതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ കറി അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ റിജോ ജോണിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് റിജോ. താങ്ക് യു. ബൈ.